ഒമാൻ തൊഴിൽ മന്ത്രാലയം ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് വിസ നിയമമാറ്റം സംബന്ധിച്ച് നിലനിൽക്കുന്ന അവ്യക്തതകൾക്ക് മറുപടി നൽകിയത്. വിസ നിരോധനം സംബന്ധിച്ച് നേരത്തെ മീഡിയ വൺ പുറത്തുവിട്ട റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. വിസ കാലാവധി അഥവാ തൊഴിൽ കരാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജോലി വിട്ടുപോകുന്നവർക്ക് മാത്രമാണ് 2 വർഷം വിസ വിലക്ക് നേരിടേണ്ടി വരിക. എന്നാൽ ഇവർക്ക് നിലവിലെ സ്പോൺസർ NOC നൽകാൻ തയ്യാറായാൽ ജോലി മാറ്റത്തിന് തടസ്സമില്ലെന്നും മന്ത്രാലയം വിശദീകരിച്ചു. പ്രവാസികൾക്ക് പൊതുവെ ആശ്വാസം പകരുന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ മന്ത്രാലയത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ കരുതിയിരുന്നത്ര കാഠിന്യമുള്ളതല്ല ഇതിലെ വ്യവസ്ഥകളെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നുണ്ട്. പൊതുവെ വിസ കാലാവധി പൂർത്തിയാക്കാതെ മടങ്ങുന്നവർക്ക് മാത്രമാണ് നിരോധനം എന്നാണ് പുതിയ വിശദീകരണത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. അവർക്ക് പോലും സ്പോൺസറുടെ NOC ഉണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു അവസരം പുതിയ നിയമത്തിലുണ്ട്. ജോലി വിട്ടുപോകുന്ന മുഴുവൻ പേർക്കും 2 വർഷത്തെ വിസ നിരോധനമുണ്ടാകുമെന്ന വിധം സോഷ്യൽ മീഡിയകളിലും ചില ദിനപത്രങ്ങളിലും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വിസ കാലാവധി പൂർത്തിയാക്കി ജോലി വിടുന്നവരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. തൊഴിലാളികൾക്കും കമ്പനികൾക്കും ഒരുപോലെ ഗുണകരമായ തീരുമാനമാണ് മന്ത്രാലയം കൈക്കൊള്ളുന്നത്. നിയമപരിഷ്കാരം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും തൊഴിൽ മന്ത്രാലയം വിശദീകരിച്ചു. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ വൺ, മസ്കത്ത്.